വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടു മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ശിഷ്യനുണ്ടായിരിക്കേണ്ട വിനയഭാവമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ഒരു യജമാനനും ഭൃത്യനും എന്ന ചിത്രത്തിലൂടെ യേശു ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട വിനയഭാവത്തെ എടുത്തു കാട്ടുന്നു. യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഉത്സാഹത്തോടെ, ജാഗ്രതയോടെ, സേവന സന്നദ്ധതയോടെ ചെയ്യുന്ന ഭൃത്യൻ. യജമാനൻ വരുമ്പോൾ ആവശ്യമായ പരിചരണമെല്ലാം നൽകുന്ന ഭൃത്യൻ. പക്ഷെ ഇതെല്ലാം നിർവഹിച്ച ശേഷവും തനിക്ക് യാതൊന്നിനും പ്രതിഫലത്തിന് അർഹതയില്ല എന്ന ഭാവത്തോടെ, എല്ലാം എൻ്റെ കടമയാണ്, അത് ഞാൻ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ എന്ന ഹൃദയ സ്വാതന്ത്ര്യ ഭാവത്തോടെ നിൽക്കുന്ന ഭൃത്യൻ. അത്തരമൊരു ഭൃത്യന്റെ മനോഭാവമാണ് യഥാർത്ഥ ശിഷ്യനും ആവശ്യം എന്ന് യേശു പഠിപ്പിക്കുന്നു. എല്ലാം ചെയ്ത ശേഷം, നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം, എൻ്റെ കടമ മാത്രമേ ഞാൻ നിർവഹിച്ചുള്ളൂ എന്ന മനോഭാവത്തോടെ, കൃതജ്ഞതയോ മറ്റെന്തെങ്കിലും പ്രതിഫലമോ മറ്റുള്ളവരിൽ നിന്നോ ദൈവത്തിൽ നിന്ന് പോലുമോ ആഗ്രഹിക്കാതെ നിൽക്കുന്ന ശിഷ്യൻ. ആ ഒരു മനോഭാവത്തിലേക്ക് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിശുവായി ജനിച്ചുകൊണ്ട് ഈ എളിയ ഭാവം നമുക്ക് മാതൃകയായി കാട്ടിത്തന്നത് യേശു തന്നെയാണ്. എൻ്റെ കടമ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന ഒരു ഭാവത്തോടെ പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന യേശു. പിതാവിൻ്റെ വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്, പിതാവിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്നും ഒന്നും എൻ്റേതല്ല, എനിക്കിതിലൊന്നും അവകാശമില്ല എന്ന മട്ടിൽ എളിമയോടെ വിനയാന്വിതനായി എല്ലാ കാര്യങ്ങളും പിതാവിനോട് ചേർന്ന് നിന്ന് ചെയ്യുന്ന യേശു. മറ്റൊരു തലം ഇതിനുള്ളത്, യേശു പിതാവുമായിട്ടുള്ള ആഴമായ ഐക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. എൻ്റെ വാക്കുകൾ പിതാവിൻ്റേതാണ്, എൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റേതാണ്, അതുകൊണ്ട് ഒന്നും എൻ്റെ സ്വന്തമല്ല എന്ന ഒരു ഭാവം. യഥാർത്ഥ ശിഷ്യനും യേശുവോട് ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളാണ്, ഒന്നും എൻ്റെ പ്രവൃത്തി പോലുമല്ല എന്ന ഒരു സമർപ്പണ ഭാവം, വൈരാഗ്യഭാവം അത് ഉണ്ടാകുന്നു ശിഷ്യന്. ആ യഥാർത്ഥ ചിന്തയിൽ നിന്നാണ്, സ്വന്തമല്ല, എൻ്റേതല്ല ഇതൊന്നും എന്ന ആ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥ വിനയം ഉണ്ടാകുന്നത്. യഥാർത്ഥ വിനയം ഉള്ളവർക്ക് മാത്രമേ ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ദൈവം തരുന്നതാണ്, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് എന്ന മനോഭാവത്തോടെ, പ്രതിഫലേച്ഛയില്ലാതെ, പ്രതിഫലം അർഹിക്കുന്നതായി ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കർത്തവ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന വിചാരത്തോടെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും സമൂഹത്തിലെ ജീവിതമായാലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചവനെ ഓർത്തുകൊണ്ട്, അവൻ്റെ സ്നേഹത്തെ പ്രതി, അവനോടുള്ള സ്നേഹത്തെയും കടപ്പാടിനെയും പ്രതി, അവനോടുള്ള വിധേയത്വത്തെ പ്രതി, എല്ലാം എൻ്റെ കടമയാണ്, എൻ്റെ കൃതജ്ഞതയോടെ, ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ എല്ലാം ചെയ്യുവാനും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ യേശുവെ, ശിശുവായി ജനിച്ച അങ്ങയുടെ യഥാർത്ഥ വിനയഭാവം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.